ശ്രീ സി ആർ രാധാകൃഷ്ണൻ, ഇപ്പൊ ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി അജികുമാർ മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന പോലെ റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് അതിന് കീഴിലുള്ള പണമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരു താൽക്കാലിക ക്രമീകരണം എന്ന നിലയിൽ ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് കോടതിയിൽ പറഞ്ഞു പോട്ടെ, ഒരു താൽക്കാലിക ക്രമീകരണം എന്ന രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ചതാണെന്ന്. ഈ പറഞ്ഞ ഈ റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് അത് എന്തിനു വേണ്ടി വകമാറ്റി വെച്ചിരിക്കുന്ന പണമാണ്? തിരുവിതാംകൂർ ദേവസ്വം ഫണ്ടിന് ബഡ്ജറ്റുണ്ട്. ബഡ്ജറ്റിൽ ഒരു 10-40ഓളം ഹെഡുകളുണ്ട്. ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജീവനക്കാരുടെ ശമ്പളം, പൂജാ ചെലവുകൾ, ഇങ്ങനെയുള്ള ഹെഡുകളിലായിട്ട് ഓഫീസേഴ്സിൻ്റെ സാലറി, അവരുടെ യാത്രപ്പടി, ഇങ്ങനെ പല ഹെഡുകളിലായിട്ടാണ് ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. മാർച്ച് മാസം 31-ാം തീയതിക്ക് മുമ്പ് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് പാസ്സാക്കണമെന്ന് നിബന്ധനകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ദേവസ്വം ബഡ്ജറ്റ് പാസ്സാക്കിയ ബഡ്ജറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഹെഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനമായ ഈ പബ്ലിക്കേഷൻ ഡിവിഷൻ. അവിടെ ഈ സാംസ്കാരിക രംഗമുണ്ട്, ലൈബ്രറി ഉണ്ട്, പുസ്തക പ്രകാശനങ്ങളുണ്ട്, പ്രസ് നടത്തുന്നുണ്ട്, നമ്മുടെ ഡയറി, കലണ്ടർ തുടങ്ങിയവ പ്രിൻ്റ് ചെയ്ത് അടിക്കുന്നുണ്ട്, പഞ്ചാംഗം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ കാര്യത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റാണ് ഈ റിലീജിയസ് ഡിസ്കോഴ്സസ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മതപാഠശാലകളുടെ ഗ്രാൻഡ്, ഇതെല്ലാം ആ ഫണ്ടിൽ നിന്നുമാണ് നൽകേണ്ടത്. അപ്പോൾ അത് എല്ലാ ബഡ്ജറ്റിലും അത് വകയിരുത്തി കൂട്ടി കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ആ ബഡ്ജറ്റ് മാർച്ച് വകയിരുത്തിയതാണ് ഈ 4 കോടി രൂപ.